ഇത് ഇടിയൻ ചക്ക റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങൾക്ക് പലർക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ വാഴ കൊലച്ചു കേട്ടോ. ഇതാണ് എൻ്റെ വരിക്കപ്ലാവാണത്. അപ്പോൾ നമ്മൾ ഈ കോണി വയ്ക്കുമ്പോൾ ആഞ്ഞ് കുത്തിയിട്ട് വയ്ക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇത് മറഞ്ഞു വീഴാൻ സാധ്യത. അപ്പോൾ വെളുപ്പിന് 6:45 നേരം വെളുത്ത് നല്ല സമയം. അല്പം തണുപ്പുണ്ട്. ഇത് മതിയാ? ഇത് വേണോ? അതൊക്കെ ചെറുതാ, ഇനി മോളിക്ക് കയറാൻ പറ്റില്ല. ഒറ്റത്തടിയാണ്, കണ്ടില്ലേ? ഇത് പൊട്ടിക്കട്ടെ അല്ലെങ്കിൽ താഴെയുള്ള വേണോ? അപ്പോൾ സബിത പറയുന്നത് ഇതന്നെ മതി, ഇത് നല്ല പാകത്തിനുള്ളതാണ്. എന്തായാലും അവർ പറയുന്നത് കേൾക്കാം. മുളിഞ്ഞ വീഴെന്ത് കണ്ടില്ലേ? മുളിഞ്ഞീൻ പശ. അപ്പോൾ ഒരു ചക്ക മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോരണം. അപ്പോൾ കോണി എടുത്ത് കൊണ്ടുപോവാണ്. കാരണം ഈ വീഡിയോ കാണുമ്പോഴേ ആൾക്കാർക്ക് ഇടിയൻ ചക്ക റോസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നും. അപ്പം നമ്മളുടെ ചക്കയാവും ചിലപ്പോൾ. വേപ്പല വേണം, ഇനി പച്ചമുളക് വേണം, ഇഞ്ചി വേണം. അപ്പം ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് രണ്ടാമത് തിരിച്ചു വരാം. ഇതാണ് എൻ്റെ വേപ്പ് മരം. അപ്പോൾ കേരളത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് വെട്ടില്ല. അങ്ങനെ തന്നെ വളർന്ന് ഒരാൾക്കും ഉപകാരമില്ലാണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഈ വേപ്പ് ഇങ്ങനെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോവും, അല്ല ഉണങ്ങിപ്പോകുന്ന രീതിയിട്ടാണ്. എത്ര വേണം? ഒരു കൊമ്പൊടിക്കട്ടെ? മതി. അതോടിഞ്ഞാണ്. അപ്പൊ ഇതാണ് നാടൻ വേപ്പല. വേണ്ടേ? അപ്പൊ ചക്ക കിട്ടി, വേപ്പല കിട്ടി, ഇനി പച്ചമുളക് വേണം. അപ്പോൾ 2 വാഴ ഇല വെട്ടിയെടുക്കണം. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ഈ ചക്കൊക്കെ മുറിച്ച് വൃത്തിയാക്കുമ്പോൾ മണ്ണും ചെളിയാവില്ല. പറമ്പിൽ വെച്ചിട്ട് ഇതുപോലെ ചക്ക ക്ലീൻ ചെയ്യാണെങ്കിൽ നമുക്ക് കിച്ചണിലത്തെ പോലെ വൃത്തിയാക്കാൻ നിൽക്കണ്ട. ഒരു ഇലയിട്ടു, ഒരു മരപ്പലക. അപ്പൊ നിങ്ങള് മരത്തിന്റെ പലകൾ വെച്ചിട്ടൊക്കെ ഇത് കട്ട് ചെയ്യണം, മരത്തടി. അതാണെങ്കിൽ ഇതുപോലെ വെട്ടുമ്പോണ്ട പ്ലാസ്റ്റിക്, നമ്മളുടെ കട്ടിംഗ് ബോർഡ് മുറിഞ്ഞിട്ട് ഓരോ മില്ലിമീറ്ററൊക്കെ പ്ലാസ്റ്റിക് ഈ ചക്കയുടെ ഉള്ളിൽ കൊണ്ടാണ് കയറി പിടിച്ച് നമ്മളുടെ വയറ്റിലെത്തും. അപ്പം ഞങ്ങൾ കൃഷിക്കാരെ പരമാവധി ഇങ്ങനെ മരത്തടി ഒന്ന് എടുക്കുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. അപ്പം ഞാൻ ഇത് കണ്ട ചക്കയൊക്കെ റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചത്. എൻ്റെ എളുപ്പത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ മുറിക്കാം, എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. അപ്പം ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞുകൊണ്ടില്ലേ, നമ്മളുടെ മുള്ള്, ചക്ക മടൽ അതൊക്കെ കളഞ്ഞ്, മടലല്ല മുള്ളുകൾ. ഇനി കൂഞ്ഞ കൂടി മുറിച്ച് കളയണം. കണ്ട ഈ കൂഞ്ഞ,
അപ്പോൾ ഇടിയൻ ചക്കയുടെ കൂഞ്ഞ കളഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്കതൊക്കെ തിന്നാം. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ കൃഷിക്കാരാണ്, ഇവിടെ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിട്ട് നല്ലത് മാത്രമേ എടുക്കുള്ളൂ. നല്ലതല്ല, രുചിയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ മുറിച്ചപ്പോൾ മുഴുവനും മുളിഞ്ഞ് പശയുണ്ട്, അതൊന്ന് തുടച്ചു കളയണം. ഇതാണ് മുട്ടപ്പഴം. മുട്ടപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് ഫ്രൂട്ടിൻ്റെ ഇലയാണ് ഈ സാധനം. കണ്ടോ, അത് കണ്ട് തുടച്ച് ക്ലീനാക്കി. അപ്പോൾ ഈ കൂഞ്ഞ കളഞ്ഞ ചക്ക നമ്മൾ 1 സെൻറ്റിമീറ്റർ വണ്ണത്തിലാണ് മുറിക്കുന്നത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്താ കാരണം വെച്ചാൽ ഇത് ചക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചക്ക റോസ്റ്റിന് വേകാനായിട്ട് എളുപ്പം ഇതാണ്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ മുറ്റത്ത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ പറമ്പിൽ. അപ്പോൾ വൃത്തിയാക്കാൻ നിൽക്കണം. കേട്ടോ, ഇലകളും മറ്റ് സാധനങ്ങളൊക്കെ കുഞ്ഞൊക്കെ അവിടെ ഇട്ടു, അതൊക്കെ അവിടെ നിന്ന് ചീഞ്ഞ് വളവും. സബിത, വാതിൽ തുറക്ക്. എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാ. അപ്പം ഉണ്ടല്ലേ, സബിത അതെ കഴുകിയിട്ട് കുക്കറിലിട്ടു. ഒരു 200 മില്ലി വെള്ളം, 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുക. അതൊഴിച്ചിട്ട് ഇതേ കുക്കർ അടച്ച് ഫുൾ തീയിലാണ് വെച്ചാൽ മതി. അപ്പം ഞാൻ പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം. 2 or 3 പച്ചമുളക് വേണം. ഇപ്പോൾ റംബൂട്ടാൻ മരത്തിൻ്റെ അടിയിൽ നല്ല പച്ചമുളകുണ്ട്, ചങ്കടപ്പൻ. മൂന്ന് മുളക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വീണ്ടും വരാം. പച്ചമുളക് എവിടെ പോയി ആള്? ഇപ്പം നമ്മളുടെ പച്ചമുളക് അടുക്കളയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 250 ഗ്രാം സവാള അരിഞ്ഞത്, പിന്നെ 2-3 ഇതള് വേപ്പല ആവശ്യത്തിനുള്ളത്, പിന്നെ ഇഞ്ചി ഒരു 50 ഗ്രാം അത് ഇടിച്ച് നമ്മളുടെ ഫ്രൈ പാനിലേക്ക് ഇടണം. ഒരു 50 മില്ലി വെളിച്ചെണ്ണ. ഇത് 50 ഗ്രാം ഇഞ്ചി ഇടിച്ചത്, ഒരു 100 ഗ്രാം വെളുത്തുള്ളി, അതൊക്കെയാണ്. അപ്പം ഇഞ്ചി 50 ഗ്രാം ഇട്ടുണ്ട്. അത് ഒരുവിധം വറവ്, അതായത് ഒന്ന് ചുവന്ന് കളറാകുമ്പോൾ അതെ വെളുത്തുള്ളി 100 ഗ്രാം ഇട്ട് കൊടുത്തു.
നമ്മളുടെ സവാള കണ്ടു ഇട്ടോ ഇട്ടോ ഇട്ടോ. ഇപ്പൊ നമ്മളുടെ ഒരു 300 ഗ്രാം സവാള ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. ഇതേ ആവശ്യത്തിന് മുളക് പൊടി. അപ്പം നമ്മൾ മുളക് ഇടാൻ അറിയാത്തൊരു അല്പം വീണ്ടും പിന്നീട് ഇടാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണും, പിന്നെ അതെ മുളക് പൊടി, സാധാരണ റോസ്റ്റ് ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ നമ്മളുടെ മുളക്, മല്ലി, ഗരം മസാല എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ഒരു 1/4 കിലോ തക്കാളി. അപ്പൊ നമ്മളുടെ ചക്ക, ഇടിയൻ ചക്ക വെന്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇടിയൻ ചക്കയിലത്തെ വെള്ളവും ഒരു 1/2 കിലോളം ചക്കയും ഇങ്ങോട്ടെടുത്തു. അപ്പോൾ നമ്മളുടെ ചക്ക റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാൻ പോകണം ആള്. അപ്പോൾ നമ്മളുടെ ചക്ക റോസ്റ്റ് കണ്ടില്ലേ? യോ, എന്താണ് ഇവൻ്റെ മണവും രുചിയും. റോസ്റ്റ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് വീട്ടിലുണ്ടാക്കാം. വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു 90 വർഷം മുൻപ് അമ്മേനെയും പെങ്ങന്മാരൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. ചക്ക ഇട്ട് കൊടുക്കുക, അതൊക്കെ വെട്ടിമുറിച്ച് ആ പറമ്പിൽ വെച്ച് വെട്ടിമുറിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രുചികരമായിട്ടുള്ള അടിപൊളി ചക്ക, ഇടിയൻ ചക്ക റോസ്റ്റ് കഴിക്കാം. അങ്ങനെ ഉണ്ടോ? തിന്നാലും മതിയാവില്ല. അപ്പം നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ, അല്ല ഉണ്ടാക്കുന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് മമ്മിയോട് പറഞ്ഞ കാര്യമില്ല. അമ്മേനെ, പെങ്ങളെ അല്ലെങ്കിൽ ഭാര്യനൊക്കെ ഇതുപോലെ സഹായിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇതുപോലത്തെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ.